ഡോക്ടർ മോഹൻ വർഗീസ്, ഞാൻ വായിച്ച് മനസ്സിലാക്കിയത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 1 ജമാഅത്തെ ഇസ്ലാമിയെയും അവരുടെ വിദ്യാർത്ഥി സംഘടനയെയും ഷെയ്ഖ് ഹസീന നിരോധിച്ചു എന്നാണ് വായിച്ചു മനസ്സിലാക്കിയ കാര്യം. അതാകട്ടെ ഭീകരതയ്ക്കെതിരായ പോരാട്ടമാണ് ഞാൻ നടത്തുന്നത് എന്നുറക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിയുടെ കഴുത്തുഞെരിക്കലിൽ ഷെയ്ഖ് ഹസീന പെട്ടുപോയി? ബംഗ്ലാദേശിലെ ജമാഅത്ത ഇസ്ലാമിയുടെ സ്റ്റുഡൻറ് വിങ് ആണ് യഥാർത്ഥത്തിൽ ഈ പ്രക്ഷോഭത്തിന് വലിയ തോതിൽ തിരികൊളുത്തിയത്. നമുക്കറിയാം, ബംഗ്ലാദേശിലെ പ്രതിപക്ഷമെന്ന് പറയുന്നത് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി, അതായത് അവാമി ലീഗ് എന്ന ഭരണകക്ഷിയും ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി എന്ന പ്രതിപക്ഷ കക്ഷിയും ഉള്ള ഒരു ഇക്വേഷനാണ് ഇവിടെ. രണ്ട് വനിതാ നേതാക്കൾ, ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് അവാമി ലീഗിൻ്റെ പരമോന്നത നേതാവും അതുപോലെ ബീഗം ഖാലിദ സിയ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ നേതാവുമായി ഏറെക്കാലം മാറിയും തിരിഞ്ഞും പ്രധാനമന്ത്രിമാരായി ഇങ്ങനെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രധാന പ്രതിപക്ഷം ഏതാണ്ട് വളരെയധികം ദുർബലാവസ്ഥയിലാണ്. അതുമാത്രമല്ല, കഴിഞ്ഞ 16 വർഷമായി അഴിമതി കേസിൽ ബീഗം ഖാലിദ സിയ തടവറയ്ക്കുള്ളിലുമാണ്. ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ അണികൾ പല രീതിയിൽ ചിതറിയപ്പോൾ ആ സ്ഥാനത്തേക്ക് കടന്നു വന്ന ഒരു പ്രതിപക്ഷ സ്പേസായി ജമാഅത്തെ ഇസ്ലാമി വളരുകയായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിക്ക് വലിയ ശക്തിയുണ്ടെന്ന് പറയാൻ പറ്റില്ല എങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ പിൻബലമെന്ന് പറയുന്നത് പാകിസ്ഥാൻ തന്നെയാണ്. പാകിസ്ഥാൻ്റെ ISIയുടെ ഓപ്പറേഷൻസും ജമാഅത്തെ ഇസ്ലാമിയുടെ വളർന്നു വരുന്ന സ്വാധീനവും എല്ലാം കൊണ്ട് ഒരു വലിയ ജൈവികമായി ഉണ്ടായ ഒരു പ്രക്ഷോഭത്തിന് കുറച്ചുകൂടി ആളും അർത്ഥവും നൽകുകയാണ്. അപ്പോൾ ആ രീതിയിൽ ബംഗ്ലാദേശിനെ പരമാവധി അസ്ഥിരപ്പെടുത്താനായി ബാഹ്യശക്തികൾ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഉള്ള ഒരു പ്രേരണ, ചൈനയുടെ ഭാഗത്തു നിന്ന് ഇൻഡയറക്റ്റായി കിട്ടിയ സഹായങ്ങൾ, ഇതെല്ലാം തന്നെ ജനകീയ പ്രക്ഷോഭം പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ടാണ് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റുഡൻറ് വിങ്ങും ISIയും തമ്മിലുള്ള ബന്ധം. അതുമാത്രമല്ല, ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ നേതാവായ ബീഗം ഖാലിദ സിയയുടെ മകനും ISI നേതാക്കളും തമ്മിലുള്ള ഇന്റർ സർവീസ് ഇൻ്റലിജൻസ് പാകിസ്ഥാൻ ചാരസംഘടന നേതാക്കളുമായി നടന്നു എന്ന് പറയപ്പെടുന്ന സംഭാഷണം ഇപ്പോൾ അത് ലീക്കായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് ഒരു ഇൻ്റർനാഷണൽ കോൺസ്പിറസി എന്നൊന്നും പറയാനാവില്ല എങ്കിൽ പോലും അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ചില ശക്തികളുടെയെങ്കിലും ബംഗ്ലാദേശിനെ ഇന്ത്യയുടെ ഒരു സ്വാധീന വലയത്തിൽ നിന്നും ഭാഗികമായെങ്കിലും മോചിപ്പിക്കാൻ ഒരു ഭരണമാറ്റം അത്യന്താപേക്ഷിതമാണ് എന്നൊരു തിരിച്ചറിവാണ്. നമുക്കറിയാം, ഷെയ്ഖ് ഹസീന ഉരുക്കുമുഷ്ടി കൊണ്ടാണ് 20 വർഷത്തിലധികം പ്രധാനമന്ത്രി പദത്തിലിരുന്നത്. അതിൽ തന്നെ കഴിഞ്ഞ 15 വർഷം തുടർച്ചയായി നടന്ന തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് പ്രതിപക്ഷത്തെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ജയിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഈ സ്ട്രക്ചറൽ വയലൻസിൻ്റെ വലിയൊരു ഉദാഹരണമാണ്. കാരണം ഒരു നിഷ്പക്ഷമായ ഒരു ദേശീയ ഗവൺമെൻറ്റാണ് ബംഗ്ലാദേശിൻ്റെ ഭരണഘടന അനുസരിച്ച് ഇലക്ഷൻ നടത്തേണ്ടത്. പക്ഷേ ഭരണഘടനാ ഭേദഗതിയിലൂടെ ആ പ്രൊവിഷൻ അട്ടിമറിച്ചുകൊണ്ട് ഈ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി തന്നെ നേതൃത്വം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനം, അതിൽ വിശ്വാസ്യത ഇല്ലാത്തത് കൊണ്ടാണ് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചതും ഏതാണ്ട് ഏകപക്ഷീയമായി തന്നെ അവാമി ലീഗ് അധികാരത്തിൽ വന്നതും അതുകൊണ്ടൊരു പ്രതിപക്ഷം ഇല്ലാതെ വന്നപ്പോൾ സ്വാഭാവികമായി അവിടെ പ്രവർത്തിക്കാൻ വർഗീയ ശക്തികൾ കടന്നു വന്നു എന്നത് സ്വാഭാവികമാണ്. കാരണം ഒരു യഥാർത്ഥ പൊളിറ്റിക്കൽ സ്പേസിൻ്റെ അഭാവത്തിലാണ് വർഗീയ ശക്തികൾക്ക് കടന്നു വരാനുള്ള വലിയ കാരണം. കാരണം ബംഗ്ലാദേശ് അങ്ങനെ ഒരു വർഗീയ രാജ്യമൊന്നുമല്ല, അങ്ങനെ വർഗീയത ആളിക്കത്തിക്കാൻ പറ്റിയ ഒരു മനോവികാരമൊന്നുമല്ല. അത് മാത്രമല്ല, ഏകാധിപത്യ ഭരണം പലപ്പോഴും ഉണ്ട് എന്ന് പറയുമ്പോഴും ഇലക്റ്റഡ് ഓട്ടോക്രസി എന്ന് നമ്മൾ പറയുന്ന ഒരു സംവിധാനമാണ് അവിടെ പലപ്പോഴും കാണുന്നത്. അതേസമയം സൈന്യം പല പ്രാവശ്യം അധികാരത്തിൽ വന്നു, ജനറൽ ഇർഷാദ് വന്നു, മറ്റ് പല ജനറൽമാരും വന്നു എങ്കിൽ പോലും അത് ഏറെക്കാലം ബംഗ്ലാദേശ് മിലിറ്ററി ഭരണത്തിലായിരുന്നില്ല, പാകിസ്ഥാനിൽ നിന്ന് വിഭിന്നമായി. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിലെ രൂഢമൂലമായ ഒരു ജനാധിപത്യ പ്രക്രിയയുണ്ട്. അവിടെ ഇന്ത്യ അനുകൂല നിലപാടുള്ള ഒരു പാർട്ടിയും നേതാവുമായി പോയി ഷെയ്ഖ് ഹസീനയും. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി വളരെ ആക്റ്റീവായി ഇതിനെതിരെ പ്രതികരിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്.